ബിരുദനഗർ വീഴ്ത്തുമോ വിജിലൻസ് ഡയറക്ടറെ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എം വിൻസെന്റ്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ KP സായിക്കിരൺ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് താങ്കൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. തെളിവുകളുടെ ഒരു പിൻബലമില്ല. മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിയും സ്വാഭാവികമായി മറുപടി പറയുമ്പോൾ പറയുകയുണ്ടായി, നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലേ മറുപടി പറയാൻ കഴിയൂ. ഇതിനെ നിഷേധിക്കുന്നില്ല, പക്ഷെ വിശദമായ പരിശോധന അർഹിക്കുന്നുവെങ്കിൽ അത് ചെയ്യുമെന്ന്. അത് തൃപ്തികരമായ വിശദീകരണമല്ലേ? പിന്നെയും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിപ്പോയത്? ഒരിക്കലും അതൊരു തൃപ്തികരമായ വിശദീകരണമല്ല. കാരണം ഇത് മാധ്യമ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല. ഞാൻ നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് സകല തെളിവുകളോടും കൂടിയാണ് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അസറ്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഹാജരാക്കി. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് പറയുന്ന എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കി. അദ്ദേഹം 2003 കൊടുത്തിട്ടുള്ള അസറ്റ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതേ ഭൂമി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലുള്ളതായി കാണിച്ച ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തു. പിന്നെ ഈ കമ്പനിയുടേതായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് അത് ഞാൻ കാണിച്ചു. ഇങ്ങനെ അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത ഈ ആധാരത്തിൻ്റെ ഫ്രണ്ട് പേജ് അഡ്രസ്സ് മാറ്റി എന്നതിന് തെളിവായി അതിൻ്റെ ഫ്രണ്ട് പേജും ഞാൻ ഹാജരാക്കി. ഇത്രയും രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൂർത്തിയാക്കില്ല. ഒരു മിനിറ്റ്. മുഖ്യമന്ത്രിയുടെ മറുപടി 97-98 കൊച്ചി പോലീസ് കമ്മീഷണറായിരിക്കെ ഇതെല്ലാം അദ്ദേഹം ചെയ്തു എന്നാണ് അല്ലേ? അങ്ങനെയല്ല. ചിലപ്പോൾ അതിൽ പെശക് വന്നിരിക്കുക. അല്ല അതിൽ പക്ഷേ അദ്ദേഹം IPS ഓഫീസറാണ്. അവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഗവൺമെൻറ് സർവീസിലുള്ള ഒരു IPS ഓഫീസർ. അത് ഞാൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പായി ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ലാതായി വരുന്നതിന് കാരണം കഴിഞ്ഞ 4 ദിവസങ്ങളായി പത്രങ്ങളിൽ ഈ വാർത്ത വരികയാണ്. എല്ലാ ദിവസവും രാവിലെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഈ പത്ര കട്ടിങ്സ് എത്തുകയാണ്. അപ്പോൾ സംസ്ഥാന വിജിലൻസ് പോലെ സുപ്രധാനമായിട്ടുള്ള ഒരു പോലീസ് സംവിധാനത്തിൻ്റെ മേധാവിക്കെതിരെ വന്നിട്ട് അത് ഇത്രയും ദിവസവും പരിശോധിക്കാതെ ഇന്ന് നിയമസഭയിൽ ഈ വിഷയം ഞാൻ കൊണ്ടുവന്നപ്പോൾ മാത്രമേ പരിശോധിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എത്രമാത്രം ആ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ട് എന്നതിനെ. ശരി, ശ്രീ വിൻസെന്റ്, കാതലായ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് മറുപടി പറഞ്ഞപ്പോൾ വ്യക്തമാക്കിയത് അദ്ദേഹം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ആയിരിക്കെയാണ് ഈ ഇടപാടുകൾ നടന്നിട്ടുള്ളത് എങ്കിൽ ആ കാലവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെന്നാണ്. അദ്ദേഹം ഓർമ്മയിൽ നിന്നാണ് പറഞ്ഞത് 97-98 പോലീസ് കമ്മീഷണറായിരുന്നത്. 99 മുതൽ 2003 വരെ ലോങ് ലീവ്. ആ ഘട്ടത്തിലാണ് ഈ ഇടപാടുകളൊക്കെ നടന്നിരിക്കുന്നത് എങ്കിൽ അനുമതിയോടെയാണോ ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അത്തരം കണക്കുകൾ താങ്കൾക്ക് വ്യക്തമായി അറിവുള്ളതാണ് അല്ലേ? അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച സംശയം എനിക്കുമുണ്ട്. കാരണം എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാനും പറഞ്ഞത് അത് പിന്നെ ഈ കൊച്ചി പോലീസ് കമ്മീഷണറായി ആയ സന്ദർഭത്തിലായിരിക്കും എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ വിഷയം അതല്ല. 4 ദിവസമായി അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ്. എന്തെങ്കിലും ഒരു ഡിഫൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപ് തന്നെ അദ്ദേഹം അത് വെളിപ്പെടുത്തുമായിരുന്നു. എന്തെങ്കിലും ഒരു ഡിഫൻസ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത്? ഞാൻ അനുമതി വാങ്ങിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അസറ്റ് ഡിക്ലറേഷനിൽ അത് ഒഴിവാക്കിയത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് കമ്പനിക്ക് വേണ്ടി വാങ്ങിയതാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ ആ ഭൂമി നിലനിൽക്കുന്നത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ പത്രങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വന്നിട്ടുള്ളത്. ഈ MD പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങിയത്. 2001 ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങിയതെങ്കിൽ ഈ 16 വർഷക്കാലം എങ്ങനെ ആ ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നിലനിൽക്കുന്നു? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഓരോ ദിവസവും ഈ പത്രങ്ങൾ ഉയർത്തുമ്പോൾ ഇത് ശരിയല്ല. എൻ്റെ കയ്യിൽ ഞാൻ എല്ലാം നിയമവിധേയമായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്താൻ. കാരണം ചെറിയ കാര്യങ്ങൾക്ക് പോലും മാധ്യമങ്ങളെ കാണുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ആ നിലയ്ക്ക് അദ്ദേഹം അത് പറയേണ്ടതായി, വിജിലൻസ് ഡയറക്ടർ പറയേണ്ടതായി. ശരി, ശ്രീ റഹീം, ഇവിടെ രേഖകളുടെ പിൻബലമുണ്ടെന്ന് ശ്രീ വിൻസെന്റ് പറയുന്നു. ഇനി മാധ്യമ റിപ്പോർട്ടുകളുടെ ആധികാരികതയെ സംശയിക്കുകയാണെങ്കിൽ തന്നെ ഈ രേഖകളുടെ ആധികാരികതയെ പിണറായി വിജയൻ എന്തായാലും ഇതിനോടകം തള്ളി പറഞ്ഞിട്ടുമില്ല. പക്ഷേ ആ രേഖകളുടെ ഗൗരവം ഉൾക്കൊള്ളുന്ന പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അത് വെറുതെ പറയുന്നതാണ്. ഇപ്പോൾ വിൻസെൻ്റ് തന്നെ ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ശ്രീ വിൻസെൻ്റ് ഇപ്പോഴും അദ്ദേഹത്തിന് വ്യക്തതയില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഈ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കാര്യത്തിന് മേൽ അന്വേഷണം നടത്തിയില്ല എന്നും മുഖ്യമന്ത്രി ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ അന്തരീക്ഷത്തിലെ പ്രതികരണങ്ങളെല്ലാം വാർത്തകളെല്ലാം അറിഞ്ഞിട്ട് വേണ്ട വിധം പഠിച്ച് ഗൃഹപാഠം ചെയ്ത് പറഞ്ഞില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പരാതി.
എന്തായാലും ഇവർ ഗൃഹപാഠം ചെയ്യുകയാണല്ലോ, അതാണല്ലോ ഇതിപ്പോൾ അവതരിപ്പിച്ചേ. അപ്പോൾ ഈ ഗൃഹപാഠമെല്ലാം തന്നെ ഇത്ര കൂലങ്കഷമായ അഴിമതിക്കെതിരെ അദ്ദേഹം പറഞ്ഞത് വളരെ സങ്കീർണമായി. ശ്രീ രമേശ് ചെന്നിത്തലയും KPCCയും എല്ലാം ഇതുപോലെ ഗൃഹപാഠം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അവരുടെ മന്ത്രിമാർക്കെതിരെ ചെയ്താൽ മതിയായിരുന്നല്ലോ. എങ്കിൽ ജേക്കബ് തോമസിനെതിരെ പറയേണ്ടി വരില്ല. കാരണം എന്താ, ജേക്കബ് തോമസ് ഇപ്പോൾ അന്വേഷിക്കുന്ന കേസുകളെല്ലാം കഴിഞ്ഞ ഇവരുടെ ഗവൺമെൻറ് കാലത്തെ കേസാണ്. ഞങ്ങളത് രാഷ്ട്രീയ പകപോക്കലിൽ നിന്നും ഒരു കാരണവശാലും എടുക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ ആരോപണമായി ഉയർന്നാൽ ഞാൻ മറുപടി പറയാൻ സന്നദ്ധനുമാണ്. എപ്പോഴാണ് ഇദ്ദേഹത്തിന് ജേക്കബ് തോമസ് ഇത്രയും വലിയ കുറ്റവാളിയായി ഇവരുടെ മുമ്പിൽ മാറുന്നത്? അല്ല, മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ വിഷയത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ താങ്കളൊന്ന് ഊന്നി നിൽക്കണമെന്ന അഭ്യർത്ഥനയുണ്ട്. റഹീം, ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ 97, 98-ലാണോ 99, 2003-ലാണോ എന്നതൊന്നും ഈ പുറത്തു വന്ന കാര്യങ്ങൾക്ക് നീതീകരണമല്ല. ഇനിയിപ്പോൾ 99, 2003 ലോങ് ലീവിലായിരുന്ന ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്, അനുമതി നേടിയിട്ട് തന്നെ എന്ന് വെക്കുക. എന്നാൽ പോലും ഇതൊരു കടലാസ് കമ്പനിയാണ് റഹീം. അദ്ദേഹം പറയുന്ന ഈ ടൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്നതൊരു കടലാസ് കമ്പനിയാണ്. ഈ വിരുദ്ധനഗറിലെ ഭൂമി ഇടപാട് നടത്തിയത് ഇസ്ര എന്ന് പറയുന്ന കമ്പനിക്ക്, അല്ലേ ശ്രീ വിൻസെൻറ്റ്? ഈ ഇസ്ര എന്ന് പറയുന്ന കമ്പനിയുടെ ആളുകളൊക്കെ തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്ത ഈ ട്രാവൽ ഏജൻസി എന്ന് പറയുന്ന കടലാസ് കമ്പനിയുടെ മേധാവിമാരും. ഇങ്ങനെ ആകെ മൊത്തം തട്ടിപ്പാണ്. ഏത് ഘട്ടത്തിലാണ് ഉയർന്നു വരുന്നത്? അതുകൂടി കണക്കിലെടുത്താണല്ലോ ഒരു വരുന്ന വിഷയത്തെ കാണേണ്ടത്. എന്ന് പറഞ്ഞാൽ കളയുകയും വേണ്ട. അപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മറുപടി എന്താ? ഇത് പൂർണ്ണമായി ഇല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്, വസ്തുതകൾ പരിശോധിക്കും. പക്ഷേ ഈ വാർത്തകളും പ്രതിപക്ഷം നടത്തുന്ന ഈ പൊറാട്ട് നാടകത്തിൻ്റെയും പിന്നിലുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അത് ഇദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കുക എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമുണ്ട്, സങ്കുചിത താല്പര്യങ്ങളുണ്ട്. ആ സങ്കുചിത താല്പര്യങ്ങൾക്കൊപ്പം ആടാൻ ഈ ഗവൺമെൻറ്റിനെ കിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താ? എൻ്റെ ചോദ്യം, ഇസ്ര അഗ്രോടെക്കിന് വേണ്ടി ഭൂമി വാങ്ങിയെന്ന് പറയുന്നു. ഇസ്ര അഗ്രോടെക്കിൽ 2 മേധാവിമാരാണുള്ളത്, അച്ഛനും മകനും. വ്യവസായിയായ ബേബി തോമസും മകൻ ലെവിൻ തോമസും. ഇനി ഇദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറയുന്ന കാലത്ത് അദ്ദേഹം ജോലി ചെയ്ത സ്ഥാപനത്തിൻ്റെ പേര് പ്രിൻസി വേൾഡ് ട്രാവൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിലെ മേധാവിമാരൊക്കെയാണ്? അതിലും വരുന്നുണ്ട് ഈ ബേബി തോമസ്. അപ്പോൾ ഇത് രണ്ടും തട്ടിപ്പ് കമ്പനികളാണ്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇടപാടുകളെല്ലാം തട്ടിപ്പാണ്. ഇത് ഏത് കാലത്ത് ഉയർന്നു വന്നു, ആരുന്നയിച്ചു എന്നതല്ല. അഴിമതിയെ സംബന്ധിച്ചോ ക്രമവിരുദ്ധമായ പ്രവർത്തനത്തെ സംബന്ധിച്ചോ ഇടതുപക്ഷം, CPM, സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കില്ല. പക്ഷെ വസ്തുനിഷ്ഠമാകണമല്ലോ. വസ്തുനിഷ്ഠമാണോ എന്ന് സർക്കാർ പരിശോധിക്കുന്നതിന് വിമുഖത കാണിച്ചോ? ഇല്ലല്ലോ. ഞങ്ങളിതെല്ലാം തള്ളിക്കളയുകയാണ് എന്നല്ല CM പറഞ്ഞത്. വളരെ അവധാനതയോടെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വസ്തുതകളുണ്ടോ എന്ന് ഞങ്ങൾ പരിശോധിക്കും. താങ്കൾ ഈ പറഞ്ഞതുൾപ്പെടെയുള്ള വസ്തുതകളാണ് CM ഉദ്ദേശിച്ചത്. എന്തെങ്കിലും കഴമ്പുണ്ടോ? ഞങ്ങൾക്ക് എന്തിനാ മറച്ചു വെക്കേണ്ട കാര്യം? ജേക്കബ് തോമസ് LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. സർക്കാരിൻ്റെ പോളിസി പ്രതിഫലിപ്പിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥന് മേൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പരിശോധിക്കുന്നതിന് എന്താ വിരോധം? സർക്കാരിൻ്റെ നയം ഒറ്റ നയമേ ഉള്ളൂ, അത് അഴിമതിക്കെതിരായ കുടിച്ചുയുദ്ധമാണ്, 0 ടോളറൻസ്. പക്ഷേ റഹീം, ഇതിനോടകം തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അഴിമതി വിരുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി ആർജവത്തോടെ പ്രവർത്തിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ. ഇദ്ദേഹത്തിനെതിരെ ഇതിനു മുൻപും ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്, അതിൽ കഴമ്പില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ക്ലീൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ കൊടുക്കുകയാണ്. ഈ വസ്തുതകളെ സംബന്ധിച്ച് പരിശോധിക്കുമെന്ന വാക്ക് അതിപ്പോ താങ്കൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് 0 ടോളറൻസ് ആണ്, 1000-ൽ ഒരുവനാണ് ജേക്കബ് തോമസ്, ഞങ്ങൾ ആരെയും വെറുതെ വിടില്ല, ഇങ്ങനെയൊക്കെയുള്ള പൊതുതത്വങ്ങൾ കേൾക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇവരെന്തിനാ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഇത്രയും വസ്തുതകൾ കയ്യിലുള്ള ഇവർക്ക് ഇത്രയും ദിവസമായല്ലോ? മുഖ്യമന്ത്രി പഠിക്കാത്തവിടെ നിൽക്കട്ടെ, മുഖ്യമന്ത്രിയുടെ കുറ്റമായി ഇവർ ആരോപിക്കട്ടെ, ഇവർക്ക് കോടതി പോകാം. അല്ലല്ല, ഇത് രാഷ്ട്രീയമായി നിങ്ങൾ നേരിടുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അവർ നിയമസഭയിൽ ബാക്കി ഭാഗം കോടതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തെ പറ്റി മാത്രം ഊന്നിക്കൊണ്ട് ആയിരുന്നില്ല പ്രതിപക്ഷം വിജിലൻസ് ഡയറക്ടർക്കെതിരെ ഇന്ന് നീങ്ങിയത്. ഒരുപാട് വിഷയങ്ങൾ പിന്നിലെ എന്താ രാഷ്ട്രീയം, എന്താ ഉദ്ദേശം? അല്ല, അവരുടെ സതുദ്ദേശമാണെന്ന് വേണുവിനെ പോലും അവരുടെ രാഷ്ട്രീയം ശരിയോ തെറ്റോ എന്നതിൽ എന്ത് നിലപാടെടുക്കണം എന്നതല്ല ഇവിടെ വിഷയം. ഇതൊരു അഴിമതി വിരുദ്ധ സംവിധാനം, ഒരു ഏജൻസി, അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുടെ വിശ്വാസ്യതയെ രണ്ടായിട്ട് എടുക്കാം. ഒന്ന്, ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ? ഞാൻ പറയുന്നു ഉത്തരം, വസ്തുതകൾ പരിശോധിക്കും. രണ്ടാമത്, എന്തിന് ഇവർ ഉന്നയിക്കുന്നവരുടെ പിന്നിലുള്ള രാഷ്ട്രീയമെന്ത്, അതും പരിശോധിക്കപ്പെടണം. ശരി, അത് പരിശോധിക്കാം. തൽക്കാലം നമുക്ക് ആദ്യം ഒരു കാര്യം, ഇതിനകത്ത് മുൻഗണന എന്താണ് എന്നത് പ്രധാനമാണല്ലോ. ശ്രീ ജോസഫ് സി മാത്യു, ഈ ഉദ്യോഗസ്ഥൻ സർവീസ് ചട്ടങ്ങൾ പാലിച്ച ഒരു ഉദാഹരണം നമുക്കെടുക്കാം. അത് ഈ അഖിലേന്ത്യാ സർവീസ് റൂൾ പ്രകാരം അസറ്റ് ഡിക്ലറേഷൻ നൽകുക എന്നതാണ്.
2002-ലും 2003-ലും ഈ ബിരുദ നഗർ ഡിക്ലറേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടാണോ, അനുമതി കിട്ടാതെയാണോ, അതോ അനുമതി വാങ്ങിയതിനു ശേഷമാണോ പ്രത്യേക പദവികളിലിരുന്നത് എന്നത് പിന്നീട് പരിശോധിക്കാം. ഈ 2017-ൽ ഈ ബിരുദ നഗർ കാണാനില്ല. ഇതിനിടയിലെ കാലത്തും ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് 2002-ലും 2003-ലും മാത്രമാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളതെന്ന് മാത്രമല്ല, രേഖകളിൽ അദ്ദേഹത്തിൻ്റെ പേരാണുള്ളത് എങ്കിലും ഈ അസറ്റ് ഡിക്ലറേഷനിൽ ഡെയ്സി ജേക്കബ് എന്ന പേരിൽ, ഭാര്യയുടെ പേരിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇന്ന് ശ്രീ വിൻസെൻ്റ് അടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നത്? വേണു, ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചില ബെഞ്ച് മാർക്സ് ഉണ്ട്. ജേക്കബ് തോമസ് തന്നെ പരസ്യമായി വെച്ചിരിക്കുന്ന ചില ബെഞ്ച് മാർക്സ് ഉണ്ട്. ആ ബെഞ്ച് മാർക്ക് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ അതിൽ അദ്ദേഹം ഉത്തരം പറയേണ്ട ചില കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതൊരു ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റിൻ്റെ കേസാണ്. ഒരു അഴിമതി കേസായിട്ട് ഇതുവരെയും അത് വന്നിട്ടില്ല. പരിശോധിക്കേണ്ടതാണ്. ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇത് 97-ലുള്ളൊരു വിഷയം ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നതിൻ്റെ പിറകിൽ ചില കാര്യങ്ങളുമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ജേക്കബ് തോമസിനെ DGP ആയി പ്രൊമോട്ട് ചെയ്തത് ആരാ? UDF സർക്കാർ എന്നാ പ്രൊമോട്ട് ചെയ്തത്? അവരുടെ അവസാന കാലയളവിൽ. അപ്പോൾ ഒരു 2 വർഷം മുമ്പ് പ്രൊമോട്ട് ചെയ്തത് അവിടുന്ന് നക്കിക്കൊല്ലലിൻ്റെ ഭാഗമായാണ് എങ്കിൽ പോലും പ്രൊമോട്ട് ചെയ്തത് UDF സർക്കാരാണ്. ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം വരുന്നത് ആവർത്തിച്ച് കോടതിയിൽ വരുന്ന കേസുകളുടെ പിന്നിൽ പോലും ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥ പ്രമുഖർക്കെതിരെ നീങ്ങിയതിൻ്റെ ഒരു തിരിച്ചടിയാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും കണ്ടേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ തിരിച്ച് ചോദിക്കുന്ന ഒരു കാര്യം, ശ്രീ ജേക്കബ് തോമസിന്റെ കാര്യം അവിടെ അഴിമതി കാര്യങ്ങൾ പുറത്തു വരുന്നതിൽ പ്രത്യേക വിഭാഗങ്ങളുടെ താല്പര്യം എപ്പോഴും ഉണ്ടാകും. അല്ലല്ല, ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാമോയിൽ കേസ്, അതിനെ അതിന്റെ രാഷ്ട്രീയത്തോടെ തന്നെ കാണാൻ കഴിയും. പക്ഷെ പുറത്തൊരു അഴിമതി വന്നല്ലോ. അല്ല, ഞാൻ അഴിമതി കാര്യത്തെക്കുറിച്ചേ അല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, വിജിലൻസ് ഡയറക്ടറായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്താ നമ്മൾ തീരുമാനിക്കണം. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ കൂടി നമ്മൾ സജസ്റ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം. ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ആരോപണം ഇത്ര നാളിന് ശേഷം വരുന്നതെന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് വരുന്നത് നല്ല കാര്യമാണ്, എന്ത് കാരണം കൊണ്ടായാലും വന്നോട്ടെ, എല്ലാവർക്കും എതിരെ വന്നോട്ടെ. ഇത് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന മാമൂലുകൾ അനുസരിച്ച് ആർക്കെതിരെയും അന്വേഷണം, അതും വമ്പന്മാർക്കെതിരെ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് യാതൊരു കുഴപ്പവുമില്ല. ആ ഉദ്യോഗസ്ഥന് നേടേണ്ട പ്രൊമോഷനുകളും എല്ലാം ലഭിക്കും. പക്ഷേ ആക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഉദ്യോഗസ്ഥനെ ഷൂട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കൂട്ടിലടച്ച തത്ത നമ്മളിപ്പോൾ ആവർത്തിച്ച് കേൾക്കുന്ന പ്രയോഗമാണ്. ഇതിൽ തത്തയാണോ കൂടാണോ പ്രശ്നം? സുപ്രീം കോടതി പറഞ്ഞത് അന്വേഷണ ഏജൻസിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇറ്റ് ഈസ് ബീങ് കേജ്ഡ് എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്താ? തത്ത സർക്കാരിനെയും കൊത്തുന്നു, കോടതിയെയും കൊത്തുന്നു. അപ്പം തത്ത കൊത്തുന്നു ആ പ്രശ്നം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലല്ല, ഇത് യഥാർത്ഥത്തിൽ കോടതിയുടെ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. സർക്കാരിന് പ്രവർത്തന രീതികളുടെ ഒരു വ്യവസ്ഥയുണ്ട്. അതിനെ ഭേദിക്കുന്നു വിജിലൻസ് ഡയറക്ടർ. കോടതി തന്നെ നിർദ്ദേശിക്കുന്നത് ഇല്ലാത്ത നിയമത്തിൻ്റെയും ഇല്ലാത്ത അധികാരത്തിൻ്റെയും മേൽ ആണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് ആ രൂപത്തിൽ പോയിക്കൂടാ. അപ്പോൾ അതിനോട് വളരെ വ്യക്തിപരവും വികാരപരവും തീവ്ര സ്വഭാവത്തോടെയുമുള്ള ബാലിശമായ പ്രതികരണം അദ്ദേഹം നടത്തുന്നു. ആ രണ്ടർത്ഥത്തിലാണ് കോടതിയും സർക്കാരിനെ കൊത്തുന്നു. ഒരു കാര്യം പറയട്ടെ, യഥാർത്ഥത്തിൽ തത്ത കേജിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് വേണ്ടത്. ഇത് നമ്മൾ ഈ തത്ത പറഞ്ഞ് എപ്പോഴും തത്തയിലാണ്. ഇത് കൂട്ടിലടയ്ക്കപ്പെടാതെ പുറത്തിറങ്ങുകയും കൊത്തട്ടെ. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്യുന്ന ലളിതകുമാരി കേസുണ്ട്. ഈ അടുത്തുള്ള പാറ്റൂർ കേസിൻ്റെ വിധിയിൽ ജസ്റ്റിസ് കമാൽ പാഷയുടെ വേർഡിക്റ്റുണ്ട്. മലബാർ സിമെൻസിൻ്റെ കേസിലുള്ള വേർഡിക്റ്റുണ്ട്. FIR ഇടുന്നതിന് മുൻപ് ഈ പറയുന്ന പ്രൊസീജിയറുകളൊന്നും നിയമപരമായി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കോടതിയുടെ ഒരു വാക്കാൽ പരാമർശത്തിൻ്റെ പേരിൽ ഉടൻ തന്നെ ഒരു ചട്ടം ഉണ്ടാക്കി വിജിലൻസിന് കൊടുക്കുക എന്നുള്ളതല്ല. അതിലെനിക്ക് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തന്നെ ആദ്യത്തെ ദിവസം അദ്ദേഹം പ്രതികരിച്ചത് ഇതിനെതിരെ ചീഫിനോട് ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. എന്നാൽ അതേസമയം അതേ സിംഗിൾ ജഡ്ജ് തന്നെ ഇതിനുള്ള മാർഗ്ഗനിർദ്ദേശം തരണം എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് നിയമസഭയ്ക്കകത്ത് കണ്ടത്. അങ്ങനെ വിജിലൻസിന് ഒരു ഡയറക്റ്റീവ് കൊടുക്കേണ്ട കാര്യമൊന്നും കോടതിക്കുണ്ടോ, അത് എക്സിക്യൂട്ടീവിൻ്റെ ജോലിയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒന്നുകൂടെ, ഇത് അന്വേഷിക്കുന്നതിനും FIR ഇടുന്നതിന് മുമ്പ് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനുമതി വാങ്ങിക്കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് FIR ഇടേണ്ട ഒരു സ്റ്റേഷൻ ഓഫീസറുടെ ജോലിയാണ്. അല്ല, അതങ്ങനെയല്ല. നമുക്ക് അതിലേക്ക് വരാം. എനിക്ക് ആദ്യം ഈ ബിരുദ നഗറിൽ തന്നെ നിൽക്കേണ്ടതുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ശ്രീ ജോസഫ് സി മാത്യു പറയുന്നു, ഈ അസറ്റ് ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ ഇത്? അതിനെ അങ്ങനെയാണോ കാണേണ്ടത്? ഇത് ചൂണ്ടിക്കാട്ടി ഇത് പുറത്ത് കൊണ്ടുവരുന്നതിലെ ആളുകളുടെ താല്പര്യമല്ലേ? അല്ല, ഒരു നിമിഷം. അങ്ങനെയെങ്കിൽ ഈ KM എബ്രഹാം എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനോട് ജോലി ചെയ്യുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്തിനാണ് പോയത്?